പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 3-ാം അധ്യായം അതിലെ 7-ാം വാക്യമാണ്. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. വിശുദ്ധ പൗലോസ്ലീഹായുടെ മനോഹരമായ വാക്കുകൾ. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ, തൻ്റെ പാരമ്പര്യം, മതത്തിലുള്ള സ്ഥാനം, ലോകത്തിൻ്റെ ജ്ഞാനം, ഇവയെല്ലാം യേശു ക്രിസ്തുവിനെ പ്രതി നഷ്ടപ്പെടുത്തി. യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരേണ്ടതിന്, ആത്മാഭിഷേകത്തിൽ വളരേണ്ടതിന്, ഈ ലോകത്തിൻ്റെതായി താൻ കരുതിയിരുന്ന, താൻ മൂല്യം കൊടുത്തിരുന്ന, താൻ വിലവെച്ചിരുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തി ക്രിസ്തുവിനെ പ്രതി അത് ഉച്ഛിഷ്ടം പോലെ കരുതുകയും ചെയ്തു. ആകയാൽ ദൈവത്തിൻ്റെ വലിയ പടയാളിയായി, വലിയ അപ്പസ്തോലനായി വിശുദ്ധ പൗലോസ്ലീഹ മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം എനിക്ക് വിലയുള്ളതാണോ? ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ലോകം വെച്ചുമീട്ടുന്ന സന്തോഷങ്ങൾ, ഈ ലോകത്തിൻ്റെതായ വാഗ്ദാനങ്ങൾ, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, എൻ്റേതായ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, ഇവയെല്ലാം യേശു ക്രിസ്തുവിന് വേണ്ടി പരിത്യജിക്കാൻ, നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനുള്ള ജ്ഞാനത്തിൽ ഞാൻ വളരും, ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഞാൻ വളരും, ഞാനൊരു പുതിയ വ്യക്തിയായി മാറും, യേശുവിൻ്റെ പടയാളിയായി, യേശുവിൻ്റെ അപ്പസ്തോലനായി മാറാൻ ദൈവം എനിക്ക് കൃപ തരും. ആകയാൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനത്തിൽ എന്നെ വളർത്തണമേ. ഈ ലോകത്തിൻ്റെ പാപമോഹങ്ങളെയും ദുർമോഹങ്ങളെയും ആസക്തികളെയും യേശു ക്രിസ്തുവിനെ പ്രതി പരിത്യജിക്കാൻ എനിക്ക് കൃപ തരണമേ. ഇതുപോലെയുള്ള പാവങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ദൈവമേ അങ്ങയുടെ തിരുരക്തത്താൽ മോചിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഈ വലിയ കൃപ, പരിത്യജിക്കലിൻ്റെ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ, നമ്മുടെ ആത്മാവിലേക്ക് നിറയട്ടെ, യേശുവിൻ്റെ സാക്ഷികളാക്കി നമ്മളെ മാറ്റട്ടെ. ആത്മാവിൻ്റെ കൃപ, ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും നിറയുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം എനിക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ളതാകിയാൽ ഞാൻ സകലതും നഷ്ടപ്പെടുത്തുന്നു, സകലതും ഉച്ഛിഷ്ടം പോലെ പരിഗണിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ പറയാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനശക്തിയാൽ നാം നിറയട്ടെ. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.